ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടാ. കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് തന്നെ പറയാം. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. റംസാൻ്റെ ക്ലീനിങ് പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അരിപ്പത്തിരിയാണ് കേട്ടോ ചുടുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ട് രാത്രിത്തെ ചിക്കൻ്റെ തേങ്ങാക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ മതിയാവും. അങ്ങനെ ഇതാ പത്തിരി ചുട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കലാന്ന്. കുറച്ച് ദിവസമായിട്ട് ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കൽ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ടിഷ്യൂ പോലത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാ അതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അത് കുഴക്കുന്ന രീതിയും പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും എല്ലാം പെട്ടെന്ന് കഴിച്ചിട്ട് റംസാൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റംസാനിന് ഇനിയും ഒരു മാസം ഉണ്ട്, ഇപ്പോൾ തന്നെ എന്തിനാ ക്ലീൻ ചെയ്യുന്നതെന്ന്. പക്ഷേ നല്ല തിരക്കുള്ള ആൾക്കും ചെറിയ കുട്ടികളെല്ലാം ഉള്ള ആൾക്ക് പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കെല്ലാം നല്ലൊരു യൂസ്ഫുള്ളാകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. നമ്മൾ ദിവസവും കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ മാത്രം മതി ഓരോരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ സമയം നമുക്ക് വേണ്ടത് സ്റ്റോർ റൂമും കിച്ചണെല്ലാം ക്ലീൻ ചെയ്യാനല്ലേ. അപ്പോൾ ഞാനിത് സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുന്നതാണ്. ആദ്യം ഇതാ മേലത്തെ ഷെൽഫിലെ സംഭവങ്ങളെല്ലാം താഴെ ഇറക്കി വെക്കുന്നുണ്ട്. ഇതിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പം അധികവും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ തലേന്നോ 2 ദിവസം മുന്നേ അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ചെയ്താൽ നമുക്ക് ഏതെല്ലാം സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഏതെല്ലാം ബാക്കിയുണ്ട് എന്നെല്ലാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതുകൂടാതെ പുതിയ സാധനങ്ങൾ കയറ്റുമ്പം അതിൻ്റെ ബോക്സെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തുടച്ച് വെക്കാൻ വേണ്ടിയിട്ടെല്ലാം നല്ല യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാ മേലെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇറക്കി അപ്പുറത്തെ റൂമിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ മാറാലയും എല്ലാം കൂടെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേറെ ആ ചെലന്തി പോലെ എടുക്കുന്ന സാധനമില്ല, അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ മാച്ചിയിൽ തന്നെ എല്ലാം പോയിക്കോളും. എല്ലാ സാധനങ്ങളും ഒന്നിച്ച് താഴെ ഇറക്കുന്നില്ല കേട്ടോ. പകുതിയിൽ ബേബി കരഞ്ഞാൽ എനിക്ക് പകുതിയിൽ നിന്ന് പണി നിർത്തേണ്ടി വരും. അപ്പോൾ ആദ്യം മേലത്തെ ഷെൽഫ് ക്ലീൻ ആക്കലാണ്. എല്ലാം മാച്ചിയുണ്ട് പൊടിയെല്ലാം തട്ടി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഡെറ്റോൾ സ്പ്രേ ചെയ്തിട്ട് മൊത്തം ഒന്ന് തുടച്ചെടുക്കലാണ്. ഡെറ്റോൾ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ നല്ല ക്ലീനാവും, നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഇതാ അവിടെ നിന്ന് എടുത്ത സംഭവങ്ങളെല്ലാം അധികവും വാഷ് ചെയ്ത് വെച്ച സംഭവങ്ങളാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പൊടിയെല്ലാം തട്ടിയെടുക്കലാണ്. ഇതെല്ലാം അധികം സ്നാക്സ് വെക്കുന്ന ബോക്സാട്ടോ. അതെല്ലാം ഇനി ഗ്രോസറി ഷോപ്പ് ചെയ്യുമ്പം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടെല്ലാം കാലിയാക്കിയിട്ട് വെക്കുന്നതാണ്. അങ്ങനെ ഇതാ മേലത്തെ ഷെൽഫ് ക്ലീൻ ചെയ്തു, നല്ല ഓർഗനൈസാക്കി വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ ഷെൽഫും കൂടി ചെയ്യാനുണ്ട്.
ഇതിൽ കുറച്ചധികം പണിയുണ്ട് കേട്ടോ, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ ആദ്യം ഈ സ്റ്റോറേജ് ബോക്സ് എല്ലാം അപ്പുറത്തേക്ക് മാറ്റുന്നുണ്ട്. ഈ 2 ബക്കറ്റിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, അതിൽ കളയേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കളഞ്ഞ് ആ ബക്കറ്റൊന്ന് കഴുകി തുടച്ചിട്ട് വീണ്ടും നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കല. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാട്ടോ. ഇതുപോലെ നിങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നതിന് തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഈ കണ്ടെയ്നേഴ്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ അധികം പിന്നീട് അധികം ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. നല്ല ഒതുങ്ങി ഓർഗനൈസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. ഇനി ഒരു വലിയ ബക്കറ്റിലും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മാറ്റി ബക്കറ്റെല്ലാം തുടച്ച് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കല. നിങ്ങൾക്ക് ഡെയിലി ടൈം കിട്ടുമ്പം മാക്സിമം ഒരു അരമണിക്കൂർ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിലാട്ടോ ക്ലീനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെക്കുന്നത്. ഫ്ലോർ ക്ലീനർ ആയാലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിലാണ് വെക്കുന്നത്. ഇത് ഷോപ്രിക്സ് എന്നാട്ടോ വാങ്ങിയിനി, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് തുടച്ച് നീറ്റായിട്ട് വെക്കുന്നുണ്ട്. എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം വേറെ വേറെ ആയിരിക്കും. അപ്പം നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി ചെയ്യുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നിച്ചൊരു ദിവസത്തേക്ക് വെച്ചാൽ നമുക്ക് എന്തായാലും അത് ചെയ്ത് തീർക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡെയിലി കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കാൻ മാക്സിമം നോക്കുക. ഇനി ഈ ഷെൽഫിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റാൻഡേ ഇല്ലൂ. ഇതിലാന്നിട്ടോ സവാള പിന്നെ വെളുത്തുള്ളി എല്ലാം വെക്കുന്നത്. അതിൻ്റെ കച്ചറയെല്ലാം പുറത്തെല്ലാം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കല. ഇതുപോലെയുള്ള സ്റ്റാൻഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ ആയാലും മതി, അത് അടിയിൽ വിരിച്ച് വെച്ചാൽ ഇത്ര കച്ചറയൊന്നും ആവില്ല കേട്ടോ. താഴെയുള്ള ഷെൽഫിലുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം ഞാൻ ഇപ്പുറം ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച കണ്ടെയ്നേഴ്സ് ആട്ടോ. അതിൻ്റെ പുറത്ത് കുറച്ച് പൊടിയേ ഉള്ളൂ, അത് ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. ഐഡൻറ്റിക്കലി ആയിട്ടുള്ള പാത്രം ഒരുപോലെയും സൈസിലുള്ളത് ഒരുപോലെയും വെച്ചാൽ കാണാൻ നല്ല വൃത്തിയാണ്. അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 25 മിനിറ്റിൽ തന്നെ ഷെൽഫ് ഓർഗനൈസിങ്ങും വേണ്ടാത്ത വേസ്റ്റ് ചാടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിലമൊന്ന് ഫുൾ അടിച്ചു വാരല. ഈ കണ്ടെയ്നേഴ്സിലാട്ടോ അരി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് നീറ്റാക്കി വെക്കുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുപോലത്തെ നല്ല ക്ലീനിങ് വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.